അതായത് അന്നത്തെ പ്രഭു കുടുംബങ്ങളിൽ, കേരളത്തിൽ പോലും പ്രഭു കുടുംബങ്ങളിലോ സമ്പന്ന കുടുംബങ്ങളിലോ മാത്രമായിരുന്നു പുസ്തകങ്ങൾ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് സാധാരണ മനുഷ്യരിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ ഗ്രന്ഥശാല ചെയ്ത ഏറ്റവും വലിയൊരു മാറ്റം എന്ന് തോന്നുന്നു. കേരളത്തിൽ ഇപ്പോഴൊരു 300-ലധികം പ്രസാധകരുണ്ട് എന്നാണ് കണക്ക്. അത് വലിയ പ്രസാധകരും സമാന്തര പ്രസാധകരും ഉൾപ്പെട്ട ഒരു ലോകമാണ്. ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത്രയധികം പ്രസാധകരുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഗ്രന്ഥശാലകൾ ഒരിക്കലും ഒരു പുസ്തകങ്ങൾ കൂടിയിരിക്കുന്ന വെറും സ്ഥലമാകാൻ പാടില്ല. അപ്പോൾ മികച്ച പുസ്തകങ്ങൾ അവിടേക്ക് കടന്നു ചെല്ലണം. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രസാധകർ ചെയ്യേണ്ട ഒരു കാര്യം ഏറ്റവും മികച്ച പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുകയും അതുമാത്രം പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൻ്റെ ഒരു സംഭാവന അല്ലല്ലോ ഗ്രന്ഥശാല എന്ന് പറയുന്നത്. അതൊരു വിദേശ സ്വഭാവമുള്ളൊരു സാധനമാണത്. നമ്മുടെ ഈ റിനൈസൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലപ്പോഴും പറയാറുണ്ടല്ലോ, ഈ അവരുടെ ആരാധനാലയങ്ങളിൽ അവർ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പുസ്തകങ്ങൾ പകർത്തി എഴുതുക, പുസ്തകങ്ങൾ ശേഖരിക്കുക എന്നുള്ളതൊക്കെയാണ്. അതായത് അന്നത്തെ പ്രഭു കുടുംബങ്ങളിൽ, കേരളത്തിൽ പോലും പ്രഭു കുടുംബങ്ങളിലോ സമ്പന്ന കുടുംബങ്ങളിലോ മാത്രമായിരുന്നു പുസ്തകങ്ങൾ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് സാധാരണ മനുഷ്യരിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ ഗ്രന്ഥശാല ചെയ്ത ഏറ്റവും വലിയൊരു മാറ്റം എന്ന് തോന്നുന്നു. അതായത് അവിടേക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല. നമ്മുടെ ഇദ്ദേഹം പോലും നമ്മുടെ എം ടി വാസുദേവൻ നായരൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ പുസ്തകം തേടി നടന്നതിൻ്റെ, ഈ രമണൻ തേടി നടന്നതിൻ്റെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ ON കുറുപ്പ് സാറ് പറയുന്നുണ്ട്, ഈ രമണൻ കിട്ടാൻ വേണ്ടി വലിയ ആഗ്രഹിച്ച് ഇരുന്ന കാര്യത്തെപ്പറ്റി. എന്നിട്ട് ആ പുസ്തകം സ്വന്തമാക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് ആ പുസ്തകം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ ഒരു പട്ടാളക്കാരൻ യുദ്ധഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്നിട്ട് മൃതദേഹം കൊണ്ടുവന്നു, അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വസ്തുക്കൾ കൊണ്ടുവരുമല്ലോ, ഒരു പെട്ടി കൂടി ഉണ്ടായിരുന്നു. ആ പെട്ടിക്കകത്ത് നിന്നാണ് രമണൻ്റെ കോപ്പി അദ്ദേഹം കാണുകയും അത് സ്വന്തമാക്കുകയും ചെയ്തതെന്ന് പറയുന്നത്. അത്രയും ദൗർലഭ്യം പുസ്തകങ്ങൾക്കുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ മനുഷ്യർക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന, കടന്നു ചെല്ലാൻ പറ്റുന്ന ഇടങ്ങൾ ഉണ്ടാകുന്നത്. അത് വലിയൊരു ജനാധിപത്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രന്ഥശാല മൂവ്മെൻ്റ് എന്ന് പറയുന്നത്, ഗ്രന്ഥശാല പ്രസ്ഥാനമാണ് കേരളത്തെ നവീകരിക്കുന്നതിന് വലിയൊരു സംഭാവന ചെയ്തത്. എല്ലാവർക്കും കടന്നു ചെല്ലാമെന്നുള്ള ഒരിടം. നമ്മുടെ ഇദ്ദേഹം കേശവദേവ് ഒരു കഥ എഴുതിയിട്ടുണ്ട്, വായനശാല പരമുള്ള എന്നാണ് കഥയുടെ പേര്. നമ്മുടെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ മുഖമാസികയായ ഗ്രന്ഥാലോകത്തിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഒരു നാട്ടിലൊരു മനുഷ്യൻ ഈ ഗ്രന്ഥശാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പരമുള്ള എന്ന് പറയുന്ന മനുഷ്യൻ നടത്തുന്ന തീവ്രമായ യജ്ഞമാണ് അതിനുവേണ്ടി. അദ്ദേഹത്തിനെക്കുറിച്ച് കഥാകൃത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, അറിവിനെ കരിഞ്ചന്തയിൽ വില വാങ്ങാതെ വിൽക്കുന്ന മനുഷ്യൻ എന്നാണ്. അറിവിനെ വിൽക്കുകയാണ് ഈ മനുഷ്യൻ, പക്ഷേ ഒരു പൈസയും വാങ്ങുന്നില്ല, കരിഞ്ചന്തയിൽ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. എന്നിട്ട് ആ ഗ്രന്ഥശാല, എന്നിട്ട് ആ നാട്ടിൽ ഉണ്ടാക്കുന്ന പല മാറ്റങ്ങളാണ്. ഇയാളെ തന്നെ ഈ ഗ്രന്ഥശാല കമ്മിറ്റിയുടെ പുതിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് അദ്ദേഹം നടത്തുന്ന ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്, അതിനിടയ്ക്ക് പറയുന്നുണ്ട്, ചിലർ പറയുന്നു ചില പുസ്തകങ്ങൾ ഈ ഗ്രന്ഥശാലയ്ക്ക് വേണ്ട, ചിലതിനെ മാറ്റി വയ്ക്കണം, ഇവിടെ കടന്നു വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നത്, എല്ലാത്തരം പുസ്തകങ്ങൾക്കും വന്നിരിക്കാൻ പറ്റുന്ന ഒരിടമാകണം നമ്മുടെ ഗ്രന്ഥശാല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഈ കേശവദേവ് ആ കഥ അവസാനിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇത്തരം മനുഷ്യരുണ്ടല്ലോ, ഈ വായനശാല പരമുള്ള പോലുള്ള മനുഷ്യർ നമ്മുടെ നാട്ടിൽ പലയിടത്തും കാണും. നിങ്ങൾ ചിലപ്പോൾ ഈ മനുഷ്യനെ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ കണ്ടിരിക്കാം. അദ്ദേഹം ഈ തല താഴ്ത്തിപ്പിടിച്ച് താൻ ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യനാണ് എന്നതുപോലെ നടന്നു പോകും.
അദ്ദേഹത്തോട് നിങ്ങൾ പറയണം, നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് നടക്കേണ്ട ഒരു മനുഷ്യനാണ് എന്ന്. അതൊരു കേരളത്തിലെ ഗ്രന്ഥശാല പ്രവർത്തകർക്കുള്ള ഒരു ആഹ്വാനമാണ്. നിങ്ങൾ തല താഴ്ത്തിപ്പിടിച്ചല്ല, തല ഉയർത്തിപ്പിടിച്ച് നടക്കേണ്ട ഒരു മനുഷ്യനാണ് എന്നുള്ളത്. അങ്ങനെ ഈ കേരളത്തെ സംബന്ധിച്ചും ഇങ്ങനെയാണ്. ഗ്രന്ഥശാലകൾ പല ഈ 3 സ്ഥലങ്ങളിൽ, തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലുമായിട്ട് ഉണ്ടാകുന്നുണ്ട്. തിരുവിതാംകൂറിലുണ്ടായൊരു ഗ്രന്ഥശാല നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഉണ്ടായൊരു ഗ്രന്ഥശാലയുണ്ട്. കുളത്തൂരെന്ന് പറയുന്ന തിരുവനന്തപുരത്ത് തന്നെ വളരെ അടുത്തുള്ളൊരു സ്ഥലമാണ്. 1920 ഗ്രന്ഥശാല ഉണ്ടാകുന്നത്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു അദ്ദേഹത്തിനോടുള്ള ഒരു ആദരവ് പോലെ ഉണ്ടായ ഗ്രന്ഥശാലയാണ്. 1920 അദ്ദേഹത്തിന് ആ നാട്ടിലുള്ളൊരു കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് സ്ഥലം സംഭാവന ചെയ്തത്, 5 സെൻറ്റ് സ്ഥലം. അവിടെ തന്നെയുള്ള മറ്റൊരു പ്രമാണിയായിട്ടുള്ള നാരായണൻ എന്ന മറ്റു പേരുള്ളൊരു മനുഷ്യൻ അവിടെ ഒരു കെട്ടിടം വെച്ചു കൊടുത്തു. എന്നിട്ട് 1925 ശ്രീനാരായണ ഗുരു ആ ഗ്രന്ഥശാലയിലേക്ക് ചെന്നു. അദ്ദേഹത്തിന് വലിയ ആഹ്ലാദം തോന്നി. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് മറ്റൊന്നുമല്ല, ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് മാത്രമല്ല, നമ്മുടെ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മുടെ ചുറ്റുമുള്ള സന്മനസ്സുള്ള മനുഷ്യരുടെ സഹായവും ഉണ്ടാകുമെന്ന് ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്. അപ്പോഴും നമ്മുടെ ഒരു ഗ്രന്ഥശാലകൾ എത്രമാത്രം നമ്മുടെ നാടിന് ഇങ്ങനെ ആവശ്യമാണ് എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുവിനെ പോലെ നമ്മുടെ വലിയൊരു സമൂഹത്തിൽ വലിയൊരു വിപ്ലവം ഉണ്ടാക്കിയൊരു മനുഷ്യൻ അതിനെ തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതൊരു മനുഷ്യൻ്റെ കാര്യമാണ്. അതുപോലെ തന്നെയാണ് വാഗ്ഭടാനന്ദനെ പോലെയുള്ള മനുഷ്യരെ മലബാറിൽ ചെയ്തത്. ഈ വായന മനുഷ്യനെ മാറ്റിയെടുക്കും എന്നുള്ളൊരു ചിന്ത ഇവർക്കെല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്തരം ഗ്രന്ഥശാലകൾ നാട്ടിലുണ്ടാവണമെന്നും വായനയെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതൊക്കെ ഒരു ചിന്ത വരുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു തിരുവിതാംകൂറിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു മലബാറിലാണത് കൂടുതലായിട്ട് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് കെ ദാമോദരനെ പോലുള്ള ഒരാളാണ് അവിടെ ആദ്യമായിട്ട് ഈ ഗ്രന്ഥശാലകളെ കൂട്ടിയിണക്കുന്നതന്നെ. മലബാർ ഗ്രന്ഥശാല സംഘം എന്ന് പറഞ്ഞിട്ട്, ഗ്രന്ഥാലയ സംഘം എന്ന് പറയുന്നൊരു സംഘടന 1937 തന്നെ അദ്ദേഹം രൂപീകരിക്കണം. 1937 എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് വലിയൊരു മാറ്റമുള്ളൊരു സംഗതി കൂടിയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കം അപ്പോഴാണ്. എനിക്കൊന്ന് ജീവൽ സാഹിത്യ സംഘം അതിൻ്റെ തുടക്കം അപ്പോഴാണ്. എനിക്കൊന്ന് ചങ്ങമ്പുഴയുടെ വാഴക്കുല വരുന്നത് ഏകദേശം അതേ കാലയളവിലാണ്. അങ്ങനെ സവിശേഷമായൊരു കാലഘട്ടമായിരുന്നു 1937 എന്ന് പറയുന്നത്. ഈ മലബാർ ഗ്രന്ഥാലയ സംഘത്തിൽ ഇദ്ദേഹത്തിന് കെ ദാമോദരനെ കൂടാതെ കെ കേളപ്പനെ പോലുള്ള വലിയ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ടായിരുന്നു. സി ഉണ്ണിരാജ ഉണ്ടായിരുന്നു, KPR ഗോപാലൻ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു കേരളത്തിൻ്റെ വലിയൊരു ഒരു രാഷ്ട്രീയ മേഖലയിലും ബൗദ്ധിക മേഖലയിലും പ്രവർത്തിച്ച മനുഷ്യർ ചേർന്നിട്ടാണത് രൂപം കൊടുക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് അധിക നാളൊന്നും മുന്നോട്ടൊന്നും പോയില്ല. പിന്നെ 1943 ഇത് തന്നെ കേരള ഗ്രന്ഥാലയ സംഘമായി മാറുന്നുണ്ട്. കേരള ഗ്രന്ഥാലയ സംഘം. അപ്പോൾ കേരളം എന്ന് പറയുന്ന ഇത് വന്നിട്ടില്ല അന്ന്. പക്ഷേ കേരളം എന്ന് പറയുന്ന ആഗ്രഹം ഈ മനുഷ്യരിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ എനിക്ക് തോന്നിയ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു സ്ത്രീ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യനിർവഹക സമിതിയിലുണ്ടായിരുന്നത് നാലപ്പാട്ട് ബാലാമണി അമ്മയാണ്. അപ്പോൾ അവരുണ്ടായിരുന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അന്നത്തെ ഒരു സ്ത്രീ ഇതിൻ്റെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളത്, മുന്നിൽ നിൽക്കുന്ന കുറച്ച് പേരിൽ ഒരാളായിട്ട് വരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ജോസഫ് മുണ്ടശ്ശേരി ഉണ്ടായിരുന്നു, ഗുപ്തൻ നായർ സാർ, തിരുവിതാംകൂറിൽ ഗുപ്തൻ നായർ സാറൊക്കെ അവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ ഇതിലേക്ക് വരുന്നത്, കേരള ഗ്രന്ഥാലയ സംഘത്തിലേക്ക് അത് വരുന്നത്. പക്ഷേ അതും അധികം മുന്നോട്ട് പോയില്ല. പിന്നീടാണ് നമ്മുടെ തിരുവിതാംകൂറിൽ PN പണിക്കർ സാറിൻ്റെ നേതൃത്വത്തിൽ 1945 ആ അമ്പലപ്പുഴ സമ്മേളനം നടക്കുകയും അത് പിന്നീട് കേരള ഗ്രന്ഥശാലാ സംഘമായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നത് 1945 അത്. അങ്ങനെ ഈ കൊച്ചിയിലും ഉണ്ടായിരുന്നു. കൊച്ചിയിൽ 1931 തന്നെ അവിടെ ഒരു ഗ്രന്ഥശാലകളുടെ കൂട്ടായ്മ
സംഘടിപ്പിക്കാനുള്ളൊരു ശ്രമം നടക്കുകയും ഗ്രന്ഥവിഹാരം എന്ന് പറയുന്നൊരു പ്രസിദ്ധീകരണമൊക്കെ ആരംഭിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇത്തരം ശ്രമങ്ങളൊക്കെ തന്നെ പല സ്ഥലങ്ങളിൽ ഈ ഗ്രന്ഥശാലകൾ ഉണ്ടാകുന്നതിനൊപ്പം തന്നെ ഇവരെ കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടന്നു വന്നു എന്നുള്ളതാണ്. പിന്നീടാണ് ഈ PN പണിക്കർ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ പിന്നീട് വലിയ വിജയത്തിലേക്ക് വരികയും പിന്നീടത് കേരള ഗ്രന്ഥശാലാ സംഘമായിട്ട് മാറുകയും ചെയ്തു. തിരുവിതാംകൂറിലെ ഈ പറയുന്നതുപോലെയാണ് പല ശ്രമങ്ങൾ ഇതിനു മുമ്പ് തന്നെ ഈ 1945 അമ്പലപ്പുഴ സമ്മേളനത്തിന് മുമ്പ് തന്നെ പല ശ്രമങ്ങൾ ഇങ്ങനെ ഗ്രന്ഥശാലകളെ കൂട്ടിയോജിപ്പിക്കുന്നതിനായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഈ ഫലവത്തായി തീരുക എന്ന് പറയുന്നല്ലോ. അതിന് അന്നത്തെ നമ്മുടെ തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യരുടെ ഉൾപ്പെടെ വലിയൊരു പ്രോത്സാഹനം ഈ അമ്പലപ്പുഴ സമ്മേളനത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് പിന്നീട് ഒരു ഗ്രാൻഡിലേക്കും അല്ലെങ്കിൽ സാമ്പത്തിക സഹായത്തിലേക്കൊക്കെ ചെന്നു ചേരുകയും അതിനൊരു ഒരു സാക്ഷാത്കാരം എന്ന് പറയുന്ന ഒരു പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയും ചെയ്തത്. ബാക്കി പല ശ്രമങ്ങൾ നടന്നെങ്കിലും അതെല്ലാം തന്നെ പരിപൂർണ വിജയത്തിലേക്കല്ല എത്തുന്നത്. ഈ ഒരു ശ്രമം പിന്നീട് ഗ്രന്ഥശാലകളുടെ ഒരു കൂട്ടായ്മയായി മാറുകയും അത് പിന്നെ തിരുവിതാംകൂറും കൊച്ചിയും ഗ്രന്ഥശാല ഒരുമിക്കുക, പിന്നീട് മലബാർ കൂടി ചേരുക, സ്വാതന്ത്ര്യത്തിൻ്റെ നമ്മുടെ കേരളം സംസ്ഥാന രൂപീകരണത്തോടു കൂടി പിന്നീട് അത് ഗ്രന്ഥശാല സംഘമായിട്ട് മാറുകയും ചെയ്യുകയാണ് അത് ചെയ്യുന്നത്. അതിൽ പങ്കെടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചിലർ വിട്ടുനിന്നിട്ടുണ്ട്. ആ ഗ്രന്ഥശാലകളുടെ കൂട്ടായ്മയിൽ നിന്ന് ഇത്തരം കാര്യത്തിൽ ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുനിന്ന ഗ്രന്ഥശാലകളും ഉണ്ടായിരുന്നു. രണ്ടും ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ഘടകവും ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഗ്രന്ഥശാലകളുടെ ഉന്നമനം എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങളും ഇതിനോടൊപ്പം ഏകദേശം സമാന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരുന്നു എന്ന് വേണം കരുതാൻ. ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പ്രവർത്തകരെല്ലാം തന്നെ, ഇതിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്ന മനുഷ്യരെല്ലാം തന്നെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരോ ഇല്ലെങ്കിൽ ആദ്യകാലത്തെ കോൺഗ്രസ് പ്രവർത്തകരോ പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റുകളായി മാറിയവരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായി മാറിയവരോ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാം ഉള്ളിൽ തന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ എല്ലാം തന്നെ മനസ്സിലുണ്ടായിരുന്ന, പ്രത്യേകിച്ച് മലബാർ മേഖലയിലുള്ള ഇതിൻ്റെ സംഘാടകർക്കുണ്ടായിരുന്നു. അതായത് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഉള്ള അതിനുവേണ്ട പശ്ചാത്തലം വായനയിൽ കൂടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അതൊരു ചെറിയ കാര്യമല്ല. മനുഷ്യരെ വായിപ്പിച്ചുകൊണ്ട് അറിവ് നൽകിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ബോധമുണർത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിനു വേണ്ടിയിട്ടുള്ളൊരു വലിയ ശ്രമമാണ് ഈ മനുഷ്യർ നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള അന്നത്തെ എല്ലാ വാർത്തകളും വന്നിരുന്നത് ഇത്തരം കൂട്ടായ്മകളുടെ എല്ലാ വാർത്തകളും വന്നിരുന്നത് അന്ന് കോൺഗ്രസിൻ്റെ മുഖപത്രം എന്നൊക്കെ പറയാവുന്നുള്ള, അതിൻ്റെ ജിഹു എന്ന് പറയാവുന്നുള്ള മാതൃഭൂമിയിലായിരുന്നു, പത്രത്തിലായിരുന്നു. അതായത് നിങ്ങൾ ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ ഇല്ലെങ്കിൽ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിൻ്റെ ഒരു കാലത്തെ ചരിത്രം എഴുതണമെങ്കിൽ ആശ്രയിക്കാവുന്ന ഏക പത്രം മാതൃഭൂമി എന്ന് പറയുന്ന പത്രമാണ്. അതിലായിരുന്നു എനിക്ക് തോന്നുന്നു അതിൻ്റെ വലിയൊരു പ്രോത്സാഹനം, വലിയൊരു പിന്തുണ, മാതൃഭൂമിയുടെ പിന്തുണ ഈ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിനുണ്ടായിരുന്നു. ഈ നിരന്തരമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുക, അവരുടെ യോഗങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ നൽകുക, പ്രസ്താവനകൾ നൽകുക, ഇതെല്ലാം തന്നെ ചെയ്തിരുന്നത് മാതൃഭൂമി പത്രമായിരുന്നു. PN പണിക്കർ സാറിൻ്റെ നേതൃത്വത്തിലാണ് 1945 അമ്പലപ്പുഴ സമ്മേളനം നടക്കുന്നത്. 1948 ഇതിനൊരു പ്രസിദ്ധീകരണം വേണം എന്നുള്ളൊരു ചിന്ത വരുന്നത്. അതിന് മുമ്പ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ നിന്ന് ഗ്രന്ഥവിഹാരം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം പുറത്തിറങ്ങിയിരുന്നു. പക്ഷേ അത് അധികകാലം മുന്നോട്ട് പോയില്ല. ഒരുപക്ഷേ ഗ്രന്ഥാലോകത്തിന് മുമ്പുള്ള ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളുടെ ജിഹ്വയായി ഉണ്ടായിരുന്നത് ഈ ഗ്രന്ഥവിഹാരം എന്ന് പറയുന്ന പ്രസിദ്ധീകരണമാണ്. അതിനെ നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റെപ്പെന്ന് വേണമെങ്കിൽ പറയാം. അതിന് ശേഷമാണ് പിന്നീട് ഇങ്ങനൊരു മുഖമാസിക ആവശ്യമുണ്ട് എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നത്. അങ്ങനെ പ്രൊഫസർ S. ഗുപ്തൻ നായർ അദ്ദേഹം കൂടി ചേർന്ന ഒരു ആലോചന യോഗം നടക്കുന്നുണ്ട്. അതിനകത്ത് പല പേരുകൾ ചർച്ചയിലേക്ക് വന്നു. സഹൃദയ എന്ന പേരൊക്കെ അത് ചർച്ചയിൽ വന്നതാണ്.
അപ്പോൾ ഗുപ്തൻ നായർ സാറാണ് ഈ ഗ്രന്ഥാലോകം എന്നുള്ളൊരു പേര് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ പണിക്കർ സാർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ഗ്രന്ഥാലോകം എന്ന് പറയുന്നത്? ഗ്രന്ഥം ഓക്കെ, ലോകം. അപ്പോൾ അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നുണ്ട്. ആലോകം എന്നാണ്. ആലോകം എന്ന് വെച്ചാൽ പ്രകാശം ആണ്, ചക്രവാളമാണ്, അങ്ങനെയൊക്കെ നമുക്ക് അർത്ഥമുണ്ട്. ഗ്രന്ഥങ്ങളുടെ ഒരു അപാരമായ എന്താണ് ചക്രവാളത്തിനപ്പുറത്തേക്ക് കടന്നു പോകുന്നു എന്നുള്ളതോ അതിൻ്റെ ഒരു പ്രകാശമെന്നോ എന്നൊക്കെ പറയാവുന്നുള്ള രീതിയിലാണ് അതിനെ സങ്കല്പിച്ചത് അദ്ദേഹം. അങ്ങനെ ഗുപ്തൻ നായർ സാറ് ആദ്യത്തെ എൻ്റെ പത്രാധിപരായി. ഗാന്ധിജി മരിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ആദ്യത്തെ ലക്കം 1948 പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ ചിത്രമാണ് മുഖചിത്രമായിട്ട് വരുന്നത്. എന്ന് മാത്രമല്ല, ഗുപ്തൻ നായർ സാർ അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് എന്തിന് വേണ്ടിയിട്ടാണ് ഇത്ര ഒരു പ്രസിദ്ധീകരണം, എന്തിനാണ്. അപ്പോഴേ അദ്ദേഹം പറയുന്നുണ്ട് നിരവധിയായ പ്രസിദ്ധീകരണങ്ങളിങ്ങനെ മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഞാൻ മനസ്സിൽ കാണുന്നത് ടൈംസ് ലിറ്റററി സപ്ലിമെൻ്റ് ആണ്. അതിലെ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള നിരൂപണം, അത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഗ്രന്ഥശാല സംബന്ധിച്ച വാർത്തകൾ ഉണ്ടാകും എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഗ്രന്ഥങ്ങളെക്കുറിച്ച്, അതായത് ലൈബ്രറികൾക്ക് പുസ്തകം വാങ്ങുന്നതിനുള്ളൊരു സഹായം, ഇല്ലെങ്കിൽ അവർക്കൊരു തിരിച്ചറിവ്, ഇല്ലെങ്കിൽ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുക, ഇത്തരം കാര്യങ്ങൾക്ക് അതിലൊരു പ്രാമുഖ്യം ഉണ്ടാകും എന്നുള്ളത് അദ്ദേഹം ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെയും വള്ളത്തോളിൻ്റെയും കവിതകൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അത് പ്രസിദ്ധീകരിച്ച കവിതകളാണ്. എനിക്കൊന്ന് ഗുപ്തൻ നായർ സാറിന് ചങ്ങമ്പുഴയോടുള്ള വലിയ ബന്ധമുണ്ടല്ലോ, അടുപ്പമുണ്ടല്ലോ, അങ്ങനെയൊക്കെ പ്രസിദ്ധീകരിച്ചതായിരിക്കാം. പിന്നീട് ഗാന്ധിജിയെപ്പറ്റി കെ സുരേന്ദ്രൻ്റെ ഒരു ലേഖനം, അതെല്ലാം കൂടി ഉൾപ്പെട്ടിട്ടായിരുന്നു ആദ്യത്തെ ലക്കം പുറത്തു വരുന്നത്. ഗുപ്തൻ നായർ സാർ പിന്നീട് ഒരിക്കൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ എല്ലാ കാലത്തും പണിക്കർ സാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിൻ്റെ അകത്ത് ഗ്രന്ഥശാലകളെ പറ്റിയിട്ടുള്ള വാർത്തകളും കാര്യങ്ങളുമാണ് വരേണ്ടത്. അപ്പോഴും ഗുപ്തൻ നായർ സാർ പറയും, സാറേ ഇത് അതുകൊണ്ട് മാത്രമേ ഈ പ്രസിദ്ധീകരണം മുന്നോട്ട് പോവില്ല, ആളുകളുടെ ഇടയിലേക്ക് എത്തില്ല, അവർ വായിക്കില്ല, അതുകൊണ്ട് നമുക്ക് സാഹിത്യം ഇതിൻ്റെ അകത്തൊരു അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് ഗുപ്തൻ നായർ സാർ നിരന്തരം അദ്ദേഹത്തിനോട് പറഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്, ഗുപ്തൻ നായർ സാർ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, അതിലാണ് ഈ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് എഴുത്തുകാരെ കൊണ്ട്, പ്രധാനപ്പെട്ട എഴുത്തുകാരെ കൊണ്ട് ഈ കഥ എങ്ങനെയാണ് ഒരാൾ കഥാകൃത്തായത്, ഞാൻ എഴുത്തുകാരനായ കഥ എന്ന് പറയുന്നൊരു പങ്ക്തി അതിൻ്റെ അകത്ത് തുടങ്ങിയത്. അതിൻ്റെ അകത്ത് ഗുപ്തൻ നായർ സാറ്, ഉറൂബ്, എസ് കെ പൊറ്റക്കാട് തുടങ്ങി പ്രധാനപ്പെട്ട മലയാളത്തിലെ എഴുത്തുകാരെല്ലാം തന്നെ അതിൻ്റെ അകത്ത് ഞാൻ കഥാകാരനായ കഥയിൽ എഴുതിയിട്ടുണ്ട്. അതൊരു പിന്നീട് അതിൻ്റെ ചുവട് പിടിച്ച ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിൽ അത് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ ആദ്യം ദ്വൈമാസികയായിട്ട് അത് പ്രസിദ്ധീകരിച്ചു, പിന്നീടാണ് അത് മാസികയായിട്ട് പുറത്തു വരുന്നത്. കേരളത്തിലെ ശ്രദ്ധേയരായ എഴുത്തുകാർ പലപ്പോഴും ഇതിൻ്റെ അകത്ത് പത്രാധിപന്മാരായി. ഗുപ്തൻ നായർ സാറുണ്ടായിരുന്നു, പിന്നീട് പന്മന സാർ അതിൻ്റെ അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, വിഷ്ണുനാരായണൻ നമ്പൂരി സാറ്, തായാട്ട് ശങ്കരൻ, പിരപ്പൻകോട് മുരളി, പിന്നീട് വരുമ്പോഴത്തേക്ക് പാലക്കേഴ് നാരായണൻ, എസ് രമേശൻ, നിലവിൽ ശ്രീ പി വി കെ പനയാൽ അദ്ദേഹം അതിൻ്റെ എഡിറ്ററായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാലത്തും സാഹിത്യത്തിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഗ്രന്ഥാലോകം പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2023 അതിൻ്റെ 75ാം വർഷമാണ്. ഒരു സാഹിത്യമാസിക ഇങ്ങനെ നിരന്തരം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ഏറ്റവും നിരവധി ഇപ്പോൾ ഏകദേശം 70,000-ഓളം കോപ്പികളാണ് ഗ്രന്ഥാലോകം ഇപ്പോഴും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ എല്ലാ ഗ്രന്ഥശാലകളിലും എത്തുന്നുണ്ട്. ഗ്രന്ഥശാല പ്രവർത്തകർ മുന്നിട്ടിറങ്ങി വരിക്കാരെ ചേർത്തുകൊണ്ടാണിത് ചെയ്യുന്നത്. അപ്പോൾ ഈ അച്ചടി മാധ്യമങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു കാലത്ത് ഗ്രന്ഥാലോകം പോലുള്ളൊരു പ്രസിദ്ധീകരണത്തിന് അതിനെ അതിജീവിക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇങ്ങനൊരു കേരളത്തിലെമ്പാടുമുള്ള ഈ ഗ്രന്ഥശാലകളുടെ പിന്തുണ കൊണ്ടാണ്, ഗ്രന്ഥശാല പ്രവർത്തകരുടെയും പിന്തുണ കൊണ്ടാണ് എന്നാണ് ഞാൻ കരുതുന്നത്. 5ാം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ വരെ ഏകദേശം 11,000 കോപ്പികൾ, 13,000 കോപ്പികളാണ് പരമാവധി അച്ചടിച്ചിരുന്നത്. ഈ 6ഉം 7ഉം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ, 7ാം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഇപ്പോൾ അധികാരത്തിലെത്തിയിട്ടേ ഉള്ളൂ, കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ.
6ാം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ കാലത്താണ് ഇതൊരു ക്യാമ്പയിനായി നമ്മൾ ഏറ്റെടുത്തത്. അത് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ഭരണസമിതിയാണ് അത്തരം ഒരു ക്യാമ്പയിൻ ഏറ്റെടുക്കുകയും കേരളത്തിലെ ഗ്രന്ഥശാലകൾ മുഴുവൻ അത് ഏറ്റെടുക്കുകയും ചെയ്തത്. അപ്പോൾ നമ്മൾ ഏകദേശം 70,000-ഓളം കോപ്പികളാണ് ആ സമയത്ത് അച്ചടിച്ചത്. ഇപ്പോൾ 7ാം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ആദ്യത്തെ മാസങ്ങളിൽ ഇപ്പോഴത്തെ ക്യാമ്പയിൻ കഴിയുമ്പോഴത്തേക്കും ഏകദേശം 70,000 കോപ്പിയിലേക്ക് അത് കടന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രന്ഥാലോകത്തിൻ്റെ സർക്കുലേഷൻ ഏകദേശം 10,000-ഓളം, ഏകദേശം 10,000. പക്ഷേ അത് ലൈവായിട്ടുള്ളത് ഏകദേശം 6,000 ലൈബ്രറികളൊക്കെ ആയിരിക്കും. ചിലതറിയാമല്ലോ, നമുക്ക് അത്രയും ലൈവായിട്ട് ഞങ്ങൾ കണക്കാക്കുന്ന ഈ ഗ്രഡേഷനിൽ പങ്കെടുക്കുക എന്ന് പറയുന്ന പ്രൊസീജിയറിൽ വരുന്നതിന്. കേരളത്തിൽ ഇപ്പോഴൊരു 300-ലധികം പ്രസാധകരുണ്ട് എന്നാണ് കണക്ക്. അത് വലിയ പ്രസാധകരും സമാന്തര പ്രസാധകരും ഉൾപ്പെട്ട ഒരു ലോകമാണ്. ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത്രയധികം പ്രസാധകരുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇത്രയും കൂടുതൽ പ്രസാധകർക്ക് വളർന്ന് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയത് കേരളത്തിലെ ഗ്രന്ഥശാലകളാണ്. എന്ന് മാത്രമല്ല, കേരളത്തിൽ ഇറങ്ങുന്ന പുസ്തകങ്ങൾക്ക് മിനിമം കോപ്പികൾ വിൽക്കുന്നതിനുള്ളൊരു സാഹചര്യം കൂടി ഗ്രന്ഥശാലകൾ ഒരുക്കുന്നുണ്ട്. കേരളത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു നോവലിന് 1000 കോപ്പി പോകാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതിനുള്ള അവസരം ഉണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ അതൊരു പ്രസാധകർക്കുള്ള ഇടം മാത്രമല്ല, എഴുത്തുകാർക്കുള്ള ഇടം കൂടിയാണ്. അത്തരമൊരു സാധ്യത കേരളത്തിലെ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിൻ്റെ സംഭാവനയാണ്. അത് കേരളത്തിൽ വേണമെങ്കിൽ ഒരാൾക്ക് എഴുത്തുകൊണ്ട്, നല്ലൊരു എഴുത്തുകാരന് എഴുത്തുകൊണ്ട് മാത്രം ജീവിക്കാനാകുന്നുണ്ട്. അങ്ങനെയുള്ള എഴുത്തുകാർ പുതിയ കാലത്തുണ്ട് താനും. പഴയ കാലത്തുണ്ടായിരുന്നു, പുതിയ കാലത്ത് ചിലർ എഴുത്തുകൊണ്ട് മാത്രം ജീവിക്കുന്നവരുണ്ട്. അതിനുള്ളൊരു സ്പേസ് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ 9,000-ഓളം വരുന്ന ഗ്രന്ഥശാലകളാണ്. ഏകദേശം 10,000-ഓളം ഗ്രന്ഥശാലകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടേത്. അതിലൊരു 6,000 ഗ്രന്ഥശാലകൾ ഗ്രാൻഡ് വാങ്ങുകയും ആ ഗ്രാൻഡ് ഉപയോഗിച്ച് എല്ലാ വർഷവും പുസ്തകങ്ങൾ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ പുസ്തകങ്ങൾ വാങ്ങുന്നതിനായിട്ട് ലൈബ്രറി കൗൺസിൽ പുസ്തകമേളകൾ എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്നുണ്ട്. അതായത് എല്ലാവർക്കും ഏതെങ്കിലും ഒരു പ്രത്യേക പ്രസാധകശാലയിൽ പോയിട്ട് പുസ്തകം വാങ്ങുക എന്നുള്ളതല്ല, എല്ലാ പ്രസാധകശാലകളും നിങ്ങൾക്ക് മുന്നിലുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകം വാങ്ങാം എന്നുള്ളതാണ്. അതായത് ഗ്രന്ഥശാലകൾക്കാണ് അതിൻ്റെ ഒരു അന്തിമ തീരുമാനം. നിങ്ങളുടെ ഗ്രന്ഥശാലയിൽ ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേറെ വാങ്ങാം. പുതിയതായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ അത് വാങ്ങാം. അതായത് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു തീരുമാനം ഗ്രന്ഥശാലകൾക്കുണ്ട്. അപ്പോഴും അതിൻ്റെ അകത്തുള്ളൊരു വിമർശനമായി പറയാവുന്ന ഒരു കാര്യം, നല്ല പുസ്തകങ്ങൾ ഗ്രന്ഥശാലകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ അവിടേക്ക് കടന്നു ചെല്ലുള്ളൂ. അതായത് ഗ്രന്ഥശാലകൾ ഒരിക്കലും ഒരു പുസ്തകങ്ങൾ കൂടിയിരിക്കുന്ന വെറും സ്ഥലമാകാൻ പാടില്ല. അപ്പോൾ മികച്ച പുസ്തകങ്ങൾ അവിടേക്ക് കടന്നു ചെല്ലണം. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രസാധകർ ചെയ്യേണ്ട ഒരു കാര്യം ഏറ്റവും മികച്ച പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുകയും അത് മാത്രം പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് ഗ്രന്ഥശാലകൾക്ക് വിൽക്കാം, അതിനുള്ളൊരു അവസരമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അച്ചടിക്കുന്ന പുസ്തകങ്ങളെക്കാൾ നല്ലത് നല്ല ഗ്രന്ഥശാലകൾക്ക് നല്ലതേ കൊടുക്കുള്ളൂ എന്നുള്ളൊരു പരസ്പരമുള്ളൊരു കൊടുക്കൽ വാങ്ങൽ ഈ മേഖലയിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്.